മഴയ്ക്ക് കുട്ടികളെയും കുട്ടികൾക്ക് മഴയെയും ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ തുറക്കുന്നു നോക്കി പെയ്യാൻ കാത്തിരിക്കും മഴ. എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മഴയത്തിറങ്ങി കളിക്കരുത് എന്ന് രക്ഷിതാക്കളും അധ്യാപകരും മുതിർന്നവരും ആരോഗ്യമാസികളും ടെലിവിഷനും അങ്ങനെയായിട്ടുള്ള ഉപദേശക സമിതി അംഗങ്ങളെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞാലും കണ്ണൊന്നു തെറ്റുമ്പോൾ മഴയിലേക്കിറങ്ങി മഴയോടൊത്ത് കളിക്കും അവർ. മഴയിൽ കുളിച്ചുള്ള അവരുടെ ചിരിയിൽ മഴ പോലും തോറ്റുപോകും. തകർത്ത് പെയ്യുന്ന മഴ പോലെയാണ് കുഞ്ഞുങ്ങൾ. എന്നാൽ ഒരല്പം മുതിർന്നാലോ യുവാക്കളും ഇതൊക്കെ തന്നെയാണ്. ഫുട്ബോൾ ആകട്ടെ, വോളിബോൾ ആകട്ടെ, അങ്ങനെ നിരവധിയായ കളികളാണ് മഴയത്ത് നടക്കുക. കൂടുതലും നഗരപ്രദേശങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലാണ് വോളിബോൾ അടക്കമുള്ള കളികൾ മഴക്കാലത്ത് കൂടുതലായി നടക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ തന്നെ പിച്ച വച്ച് പഴയ ലോകത്തേക്ക് കടന്നു പോകും. എന്നാൽ മഴക്കാലം എത്തുന്നതോടെ നമ്മുടെ മേഖലയിലേക്ക് പലതരത്തിലുള്ള ശത്രുക്കളും വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കാനെത്തുന്ന ഇത്തരം ശത്രുക്കളെ നമ്മൾ ജാഗ്രതയോടെ വേണം കാണുവാൻ. മഴ പെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടികളെ പുറത്തിറങ്ങുന്നതിൽ നിന്നും വിലക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കൃത്യമായ പരിശോധനകളും മറ്റും നടത്തിയ ശേഷം മാത്രമേ കുരുന്നുകളെ വഴിയിലേക്കോ റോഡിലേക്കോ അല്ലെങ്കിൽ മുറ്റത്തേക്ക് തന്നെ ഇറക്കാവൂ. മഴക്കാലം എത്തുന്നതോടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഒച്ചുകളും നിറഞ്ഞു തുടങ്ങും. തൊടിയിലും പറമ്പിലുമായി നിറഞ്ഞു കിടക്കുന്ന ഇവ പതിയെ വീടിനുള്ളിലേക്ക് കയറി തുടങ്ങും. എത്ര ശ്രമിച്ചാലും ഇതിന്റെ ശല്യം മുഴുവനായി ഒഴിവാക്കാനാവില്ല. ഇതിനെ തുരത്താനായി ഉപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊരു താൽക്കാലിക ആശ്വാസമാണ്. അപ്പോൾ പോകുമെങ്കിലും ഇവ വീണ്ടും വരും. അടുക്കളയിലെത്തുന്ന ഒച്ച് ആഹാര പദാർത്ഥങ്ങളിലെത്തുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകുന്നുണ്ട്. പലതരം ഒച്ചുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ആഫ്രിക്കൻ ഒച്ചുകളാണ് ഇതിൽ പ്രധാന വില്ലൻ. ഇവർ കൂടുതൽ അപകടകാരികളാണ്. ഇവ പച്ചക്കറി തോട്ടങ്ങളിലും പാടത്തും പറമ്പിലും എല്ലായിടത്തും ഇലക്ട്രിക് പോസ്റ്റിൽ വരെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ്. പകൽ സമയങ്ങളിൽ മണ്ണിനടിയിലോ മറ്റോ പോയി ഒളിച്ചിരിക്കുകയും രാത്രി സമയങ്ങളിൽ ഇത് പുറത്തിറങ്ങുകയും ചെയ്യുന്നു. ഇതിന്റെ അകത്തുനിന്ന് വരുന്ന ചിലയിനം വിരകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇത് രക്തം വഴി തലച്ചോറിലേക്ക് എത്തുകയും അതിലൂടെ മാരകമായ മസ്തിഷ്ക ജ്വരം അടക്കമുള്ള രോഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒച്ചിന്റെ ശല്യം ബാധിക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഒച്ചുകളിലും വിരകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവയെ കുട്ടികൾ കയ്യിലെടുക്കുന്നതും അവ ആഹാര പദാർത്ഥങ്ങളിൽ കയറിപ്പറ്റുന്നതും ശ്രദ്ധിക്കണം. അതിൽ നിന്നുള്ള സ്രവത്തിൽ നിന്നും പലതരത്തിലുള്ള വിരകളാണ് പുറത്തു വരുന്നത്. ചെറിയ കുട്ടികൾ കൊച്ചിനെ കയ്യിലെടുക്കുന്നു. കുട്ടികളുടെ കയ്യിൽ അതിന്റെ ശരീരത്തിൽ നിന്നുള്ള കൊഴുപ്പ് പറ്റുകയും അവർ ആ കൈ വായിലിടുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാക്കുകയും ചെയ്യുന്നു. എന്നാൽ കുട്ടികളിലെ അസ്വസ്ഥതയ്ക്ക് കാരണം ഇതാണെന്ന് നാം അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് പച്ചക്കറി തോട്ടങ്ങളിലും പാടങ്ങളിലും പറമ്പുകളിലും ഒച്ചിന്റെ സഞ്ചാരം. രാത്രി സമയങ്ങളിൽ പച്ചക്കറിയുടെ മുകളിലൂടെയാണ് ഒച്ചിന്റെ സഞ്ചാരം. എന്നാൽ രാവിലെ നമ്മൾ നോക്കുമ്പോൾ അതിനു മുകളിൽ ഒച്ചിനെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ ജൈവ പച്ചക്കറികൾ ആണെങ്കിലും അവ നന്നായി കഴുകിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. കാണുമ്പോൾ നാം വളരെ നിസ്സാരമായാണ് ഒച്ചിനെ കാണുന്നത്. എന്നാൽ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വലിയ അപകടം തന്നെയാണ് നമ്മൾക്ക് വന്നു ചേരുക. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ ജാഗ്രതയാണ്. മുൻകരുതലെടുത്താൽ ഇവയെ എല്ലാം നമുക്കും രക്ഷപ്പെടാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ മഴ പെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറക്കുമ്പോൾ കൃത്യമായ ജാഗ്രത പാലിക്കുക. കുട്ടികളെ മഴയത്തിറങ്ങുന്നത് തടയുന്നത് ഒരിക്കലും ആരോഗ്യകരമല്ല. കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം മാത്രമേ കുട്ടികളെ തുറന്നു പുറത്തേക്ക് വിടുന്ന പരിപാടി നടത്താവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ഒരു അപകടമാണ്. ശ്രദ്ധിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.